പ്രൈസ് ദി ലോർഡ്. നല്ലൊരു പ്രഭാതം ദൈവനാമത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ രാവിലെ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29-ാം വാക്യം. ദ ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 40 വേർഡ്സ് 29. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഒരു പക്ഷെങ്കിൽ നമ്മൾ ശക്തിയിൽ ക്ഷയിച്ചവരായി, ബലമില്ലാത്തവരായി, ക്ഷീണിച്ച് തളർന്നുപോയി ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം. എന്നാൽ തിരുവചനം പറയുന്നത്, ഞാൻ ക്ഷീണിച്ചിരിക്കുമ്പോൾ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. ആ കർത്താവിനെ ഒന്ന് വിളിച്ചപേക്ഷിക്കുക. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിക്കുന്നു. ഈ രാവിലെ സമയത്ത് തന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നീ ക്ഷീണിച്ച് ബലം ക്ഷയിച്ചു പോയവനായിരിക്കാം. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ, നമ്മുടെ രക്ഷകനായ യേശുവിൻ്റെ സന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കി, ഞാൻ ക്ഷീണിച്ചു, എനിക്ക് ശക്തി നൽകണമേ, ബലമില്ല, ബലം വർദ്ധിപ്പിക്കണമേ, എൻ്റെ ആവശ്യങ്ങൾ സാധിപ്പിച്ചു തരണമേ എന്ന് പറയുവാൻ നമ്മൾ ഒരുങ്ങുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് നമ്മുടെ കർത്താവ് അത് ചെയ്യും. ആ യേശുവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. നല്ല കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയത്ത് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ തിരുവെഴുത്ത് പ്രകാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ.